ബാങ്ക് എക്സാം മേഖലയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ബാങ്ക് എക്സാം കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ആസ്പിറൻസിന് വളരെ ഒരു ഹാപ്പി ന്യൂസ് ആണ് ഈ ഒരു വീക്കിൽ വന്നിട്ടുള്ളത് അല്ലെ. 50,000-ൽ പരം വേക്കൻസിയുമായി പൊതുമേഖലാ ബാങ്കുകൾ കൂട്ട നിയമനത്തിന് ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുക. നമ്മുടെ പ്രിപ്പറേഷൻ ഒരു ഫ്യൂൽ ആവുന്ന ഒരു വാർത്തയായിരുന്നു അതല്ലേ. അപ്പൊ അതിനു വേണ്ടി നമ്മളിപ്പം ഈ ഒരു വാർത്ത കേട്ട് നമ്മൾ ഹാപ്പി ആയി. നമ്മുടെ ഹാപ്പിനെസ് കഴിഞ്ഞോ? ഇല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം അല്ലെ. അതായത് ഓരോ വേക്കൻസി നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ വേക്കൻസി റിലീസ് ആവും. അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ വെപ്രാളം പിടിച്ച് അയ്യോ ക്വാണ്ട് പഠിക്കണം, റീസണിങ് പഠിക്കണം, കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടില്ല, ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഓടിയാൽ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് സ്കോർ കാർഡ് വരുമ്പോൾ അല്ലെങ്കിൽ റിസൾട്ട് പബ്ലിഷ് ആവുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിൽ നിന്നും വളരെ പിറകിലോട്ടായിരിക്കും അല്ലെ. പൊതുവെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് ഡിഗ്രിയിൽ നിറയെ മാർക്ക് ഉണ്ടായിരിക്കും, എന്നാൽ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് ഭയങ്കര ബാക്കിലോട്ടായിരിക്കും. അതിന് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ലാക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ട്, നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്തോ ഒരു കാര്യം ലാക്ക് ചെയ്യുന്നോണ്ടായിരിക്കാം നമ്മൾ ബാക്കിലായി പോകുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പ്രാക്ടീസ് ഇല്ലായ്മയും സ്പീഡ് കുറവാകുന്നതുമാണ്. അപ്പൊ ഇതെല്ലാം ടാക്കിൾ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ബാങ്കിൽ ഒരു ജോലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ PO ആണെങ്കിലും ക്ലർക്ക് ആണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അതിന് നിങ്ങളെ സഹായിക്കാനാണ് നമ്മുടെ സൈലം ബാങ്കിങ് IBPS SBI ടാർഗറ്റ് ബാച്ചുമായിട്ട് എത്താൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ബാങ്കിങ്ങിൽ ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു സിലബസേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞ സിലബസ് പഠിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എല്ലാ എക്സാമുകളും കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആയിട്ട്, അതായത് 4 സബ്ജക്റ്റുകൾ പഠിച്ചുകൊണ്ട് ഒരു പ്രീമിയം പൊസിഷനിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഉയർന്ന മികച്ച സാലറിയോടുകൂടി പ്രീമിയം പൊസിഷനിൽ എത്താൻ പറ്റുന്ന ജോലിയാണ് ബാങ്ക് ജോലി എന്ന് പറയുന്നത്. സോ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയ ഒരു കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന, നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ് ബാങ്ക് എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത്. സോ അതിലേക്ക് നിങ്ങൾ എത്തിക്കാനാണ് നമ്മുടെ IBPS SBI ടാർഗറ്റ് ബാച്ച് എന്ന് പറയുന്നത്. കാരണം ഈ വർഷം നമ്മുടെ ബാങ്ക് എക്സാംസിന്റെ കാലം ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. സോ ഇതിൽ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യണ്ടേ എന്നിങ്ങനെ മടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ പൊസിഷൻ എന്താ, ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ റാങ്ക് ബാക്കിലോട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ മടിച്ചിരിക്കുന്ന ഓരോ ദിവസവും നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്ടിരിക്കുകയാണ്, നമ്മുടെ റാങ്ക് പിന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുന്നിലോട്ട് പോകുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു വേക്കൻസിയിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഫില്ലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ IBPS SBI ടാർഗറ്റ് ബാച്ച് ഇതാ വന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. നമ്മുടെ ബാച്ച് സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇപ്പൊ പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷൻ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ബാച്ചിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ക്ലാസിന്റെ ഡീറ്റെയിൽസ്. 400+ hours ഓഫ് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നമ്മുടെ ബാച്ചിൽ ഒരിക്കലും 400+ hours ഓഫ് ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് ബെയർ മിനിമം ആണ്. ഇതിനേക്കാൾ കൂടാനേ നിങ്ങൾക്ക് ചാൻസ് ഉള്ളൂ. ഇനി 2 to 4 hours per day ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുക. ഒരു ബാച്ചിൽ 2 മുതൽ 4 മണിക്കൂർ വരെയാണ് മിനിമം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. വീക്ക്ലി 5-6 ദിവസങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇംഗ്ലീഷ്, റീസണിങ്, ക്വാണ്ട്, റീസണിങ്, ഇംഗ്ലീഷ് എന്നിവയാണ് നമുക്ക് പ്രിലിംസ് എക്സാമിനുള്ളത്. മെയിൻസ് ആകുമ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സും കൂടി ആഡ് ആവും അല്ലെ. ഇപ്പൊ IBPS POന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമുക്കറിയാം വലിയൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ മെയിൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിലും, ഇപ്പൊ പ്രിലിംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ റീസണിങ്ങിന്റെ വെയിറ്റേജ് കൂടി അല്ലെ, പിന്നെ മെയിൻസ് എടുക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിലാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. RBI ന്യൂസ്, RBI സർക്കുലേഴ്സ്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, RBI ന്യൂസ് എന്നിങ്ങനെ സെപ്പറേറ്റ് ഡിജിറ്റൽ ബാങ്കിങ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ നമുക്ക് നല്ല വ്യത്യാസം നമുക്ക് IBPS POന്റെ നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റും. അപ്പോൾ അതിന്റെ കൂടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആഡ് ആയി, അങ്ങനെ കുറേ മാറ്റങ്ങൾ ബാങ്ക് എക്സാമിന് സംഭവിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബാങ്ക് എക്സാമിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിച്ചു നേടിയെടുക്കാൻ പറ്റും. നമ്മൾ ആത്മവിശ്വാസമുള്ള ഒരാളാണെങ്കിൽ, നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് പറ്റും. പക്ഷേ
എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലേ. എന്നാൽ എല്ലാത്തിലും ഒന്നാമനാവുക, ആ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ നമുക്ക് ഏറ്റവും വേണ്ട കാര്യമാണ് സ്പീഡ് ആൻഡ് ഓരോ ക്വസ്റ്റ്യനിലുമുള്ള ട്രിക്സ് മനസ്സിലാക്കി ചെയ്യുക, ഓരോ പ്രോബ്ലംസിനെയും കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ബാക്കിയുള്ള ആൾക്കാരെക്കാൾ ഫാസ്റ്റായി ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഒന്ന് ഇരുന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ആദ്യം ആര് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഒരാൾ ഒരു ക്വസ്റ്റ്യൻ 5 മിനിറ്റ് ചെയ്യുമെങ്കിൽ മറ്റേയാൾക്ക് 1 സെക്കൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കല്ലേ ഫാസ്റ്റായി ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റുക. അതാണ് അവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. സോ ഇത് ടാക്കിൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയുടെ ഒരു കൂട്ടം ഫാക്കൽറ്റികളുടെ ഒരു ഗൈഡൻസ് ആവശ്യമാണ്. അപ്പൊ ആ ഒരു മെന്റർഷിപ്പിലൂടെ നിങ്ങൾക്ക് കൃത്യമായി ഓരോ ക്വസ്റ്റ്യനും ടാക്കിൾ ചെയ്യാനും വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനും സാധിക്കുന്നതാണ് അല്ലെ. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരുന്നത് നമ്മുടെ രേവതി മിസ് ആണ്. ഇംഗ്ലീഷ് ആണ് മിസ് നിങ്ങൾക്ക് എടുക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലുള്ള എല്ലാ ടോപ്പിക്സ് ആൻഡ് കൺസേൺസ് രേവതി മിസ്സിന്റെ കയ്യിൽ ഭദ്രമാണ്. രേവതി മിസ് ആയിരിക്കും എടുക്കുക. പിന്നീട് കറണ്ട് അഫയേഴ്സ് ഡീൽ ചെയ്യുന്നത് ഞാനാണ്. കറണ്ട് അഫയേഴ്സ് ആൻഡ് ബാങ്കിങ് അവയർനെസ് ഞാനായിരിക്കും എടുക്കുക. കറണ്ട് അഫയേഴ്സ് നമുക്കറിയാം, ഇപ്പോൾ IBPS PO നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം 6 മന്ത് കറണ്ട് അഫെയറേ ബാങ്കിങ്ങിനുള്ളൂ, അത് പഠിക്കാൻ സുഖമല്ലേ എന്നെല്ലാവരും പറയും. പക്ഷേ അല്ല, നമുക്കറിയാം ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് പറയുന്ന സെഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് പഠിക്കാനായിട്ട്. പക്ഷെ അത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്കറിയാം RBI ന്യൂസ്, പിന്നെ സെബി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, IRDA റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, അങ്ങനെ ബാക്കിയുള്ള സ്റ്റാറ്റിക് അവയർനെസ്, നാഷണൽ കറണ്ട് അഫയേഴ്സ്, ഇന്റർനാഷണൽ കറണ്ട് അഫയേഴ്സ് എന്നിങ്ങനെ ഓരോ ടോപ്പിക്കും സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പൊ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് സെറ്റ് ആക്കി തരാൻ ഞാൻ ഇവരെ റെഡിയാണ്. പിന്നെ റീസണിങ് നമുക്ക് എടുത്തു തരുന്നത് നമ്മുടെ അഞ്ജു മിസ് ആണ്. പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി ആണ് മിസ് ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കുക. എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസും ബേസിക് ലെവൽ തുടങ്ങി ഹയർ ലെവൽ വരെ ആയിരിക്കും നമ്മുടെ റീസണിങ്ങിന്റെ ക്ലാസ് ആണെങ്കിലും ക്വാണ്ടിന്റെ ക്ലാസ് ആണെങ്കിലും എല്ലാ പ്രോബ്ലംസും ഡിഫറെന്റ് ടെക്നിക്സിലൂടെ വളരെ ഈസി ആയി ആണ് മിസ് ക്ലാസ് എടുക്കുന്നത്. നമുക്കറിയാം റീസണിങ് എന്ന് പറയുമ്പോൾ റീസണിങ് നമ്മൾ ഒന്ന് ഇരുന്ന് നോക്കിയാൽ കിട്ടും അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഏറ്റവും ആദ്യം മാർക്ക് കിട്ടുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നിങ്ങൾക്ക് തന്നെ ആദ്യം കിട്ടിക്കിരിക്കും എന്നുള്ളത് മിസ്സിന്റെ ടെക്നിക്സിന്റെ ഒരു പ്രത്യേകതയാണ്. നെക്സ്റ്റ് നമുക്കുള്ളത് ഹരി സാർ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് സാർ ഡീൽ ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു ബാലികേറ മലയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സബ്ജക്ട് അല്ലേ. എല്ലാവരും ഇഷ്ടമല്ലാത്ത സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ കറണ്ട് അഫയേഴ്സ് പറയും, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് പറയുക. അപ്പൊ ഈ QA എന്ന് പറയുന്ന സബ്ജക്ട് എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആക്കി മാറ്റുന്ന രീതിയിലാണ് സാറിന്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സും ട്രിക്സും യൂസ് ചെയ്തുകൊണ്ട് വളരെ ബേസിക് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള പ്രോബ്ലംസ് ആണ് ഹരി സാറിന്റെ ഏറ്റവും വലിയ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. സോ ആ രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് ഞാൻ വീണ്ടും പറയുന്നില്ല, നമുക്ക് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആണ് ഉണ്ടായിരിക്കുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് 2 to 4 hours ഓഫ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഡിഫറെന്റ് സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. ക്ലാസ്സിന്റെ നോട്ടുകൾ നിങ്ങൾക്ക് കൃത്യമായി PDF ആയിട്ട് അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ DPP ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്, ക്വാണ്ട്, റീസണിങ്, ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് DPP ലഭ്യമാണ്. പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വരുന്നതാണ് എന്നുള്ള കാര്യം നോക്കുക. പിന്നെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് സെഷൻസ്, കൂടാതെ ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ക്വാണ്ട്, റീസണിങ്, ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ടൈമർ വെച്ച് പരിശീലിക്കാവുന്നതാണ്. അതായത് ക്വാണ്ടിനെയും റീസണിങ്ങിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈംലി കംപ്ലീഷൻ എന്ന് പറയുന്നത് അല്ലെ. പറ്റാവുന്ന അത്രയും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ചെയ്ത് തീർക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ അക്വയർ ചെയ്യേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത്. സോ ആ സ്കിൽ സെറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് ടൈം മാനേജ്മെന്റ്, ടൈമർ വെച്ചിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടാകുന്നതാണ്. കൂടാതെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. കാരണം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എക്സാം പാറ്റേണും ക്വസ്റ്റ്യൻസും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇത് അറ്റൻഡ് ചെയ്തേ പറ്റൂ. സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായി ഫുൾ ലെങ്ത് മോക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നമ്മുടെ ഈ IBPS SBI ടാർഗറ്റ് ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത് 6,999 ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക.
ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 9th ജൂലൈ 2025 വരെയാണ്. 7 months ആണ് നമ്മുടെ കോഴ്സ് വാലിഡിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ആലോചിക്കുക, വലിയൊരു വേക്കൻസി ആണ് നമ്മുടെ മുന്നിൽ തുറന്നു വരുന്നത്. സോ ആ വേക്കൻസിയിൽ ഒരു സീറ്റ് മതി നമുക്ക്. ആ ഒരു സീറ്റ് ഉറപ്പിക്കാനായി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇപ്പൊ മുതൽ തുടങ്ങുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങളെ ആ സീറ്റിലേക്ക് എത്തിക്കാനുള്ള 100% എഫേർട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എഫേർട്ടും കൂടി ആവുമ്പോൾ നമ്മൾ സെറ്റ് ആകും. സോ ജോയിൻ ചെയ്യുക നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 9 മുതലാണ്. ഒട്ടും വൈകരുത്, ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. 6999 ആണ് നമ്മുടെ ബാച്ച് ഫീ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ബൈ, സീ യു.